ഹായ് ഫ്രണ്ട്സ്, ഞാൻ കൂടുതലും ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത് ഈ നോൺ വെജ് കറികളൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കതാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ഞാൻ നോൺ വെജുകാരെ മാത്രം കൺസിഡർ ചെയ്താൽ ശരിയാവത്തില്ലല്ലോ. എൻ്റെ കുറച്ച് വെജായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആയിക്കളയാവുന്ന. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണെന്നറിയുമോ? നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റോസ്റ്റാണേ. എന്നാൽ പിന്നെ നമുക്ക് അതിനെന്തൊക്കെ വേണ്ടിയെന്നൊന്ന് നോക്കിയാലോ. ഞാൻ ഒരു സവാള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറി ലീവ്സും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കൂട്ടത്തിൽ കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് ആ ഒരു മൂത്ത് വരുന്ന പരുവമുണ്ടല്ലോ, ആ പരുവാകുമ്പോഴത്തേക്കിന് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കും സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉപ്പിട്ട് കൊടുക്കുമ്പം സവാള പെട്ടെന്ന് വെന്ത് കിട്ടുമേ. അപ്പം നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ അതങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. ഇത് കുറച്ചേറെ നേരം വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കിന് നല്ലൊരു കളറൊക്കെ ആയിട്ട് വരുവേ. ആ കളറൊന്നും ആവണം, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാവേ. ഞാൻ ഹാഫ് തക്കാളി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പുളി കുറച്ചും കൂടെ വേണമെങ്കിൽ ഒരു ഫുൾ തക്കാളി എടുക്കാം. എൻ്റെ ഇച്ചിരി വലുതായിരുന്നു, അതുകൊണ്ട് ഹാഫാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. ഇത് നന്നായിട്ട് വഴണ്ട് വരണേ. ഇടയ്ക്ക് ഞാനൊന്ന് അടച്ചു വെച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. നമ്മുടെ ആസ്ഥാന മസാലകളൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെയാണ് ഇതിലോട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ്. അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല എടുക്കണം, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴട്ടാവേ. അപ്പോൾ ഇത് കരിഞ്ഞു പോരുത്, സിമ്മിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഇളക്കി ആ ഒരു പച്ച മണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിന് നമ്മളിവിടെ മഷ്റൂം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മഷ്റൂമാണ്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലതിനെ 4ആയിട്ടും ചിലതിനെ 2ആയിട്ടുമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ എൻ്റെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമെന്ന്. അങ്ങനെയാണല്ലോ സാധാരണ വെള്ളം ഇറങ്ങാറുണ്ടല്ലോ. പക്ഷേ എന്തോ ഈ മഷ്റൂമിന് എന്നോട് എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയില്ല. അപ്പം പിന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് നോക്കി നിന്ന് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആഹാ അടിപൊളി, നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയേ നമുക്കിതിലോട്ട് നന്നായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് കുറുകി പറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, കാരണം മഷ്റൂം എപ്പോഴും ചുരുങ്ങിപ്പോവുമല്ലോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.